തിരുവനന്തപുരത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതി കൂടെ വന്നപ്പോൾ മിക്കവാറും കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചതായിരുന്നു. അമൃത് പദ്ധതിയും കൂടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് കുടിവെള്ളം കിട്ടി. ഗ്രാമപ്രദേശത്താണെങ്കിൽ ജലജീവ മിഷൻ വന്നു. അപ്പോൾ ജലജീവ മിഷനിലൂടെ കുറേ അധികം ആളുകൾക്ക് വെള്ളം കിട്ടി. പക്ഷേ നഗരത്തിൽ അമൃത് പദ്ധതിയാണുള്ളത്. പിന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതി കുറേ അധികം കവർ ചെയ്തതാണ് തിരുവനന്തപുരത്ത്. പക്ഷേ ഇപ്പോൾ ഈ സീസണിൽ, അതായത് ആറ്റുകാൽ പൊങ്കാലയുടെ സീസണിൽ ആറ്റുകാൽ, മണക്കാട്, കുരിയാത്തി ഉൾപ്പെടെയുള്ള 8-10 വാർഡുകളിൽ, ഒരു 8ഓളം വാർഡുകളിൽ കുടിവെള്ളത്തിന് ഉൾപ്പെടെ വലിയ ക്ഷാമം അനുഭവിക്കുകയാണ്. ഇതിലൊരു രാഷ്ട്രീയമുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ട്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ 2 കൂട്ടരും സമരം ചെയ്യുകയാണ്. 2 അല്ല 3 കൂട്ടരും ശരിക്കും സമരം ചെയ്യുകയാണ്. CPM-ഉം കോൺഗ്രസും BJP-ക്കെതിരെ, കോർപ്പറേഷനെതിരെ സമരം ചെയ്യുന്നു. ഭരണകക്ഷിയായിട്ടുള്ള BJP വാട്ടർ അതോറിറ്റിക്കെതിരെ സമരം ചെയ്യുന്നു. എന്തായാലും വാട്ടർ അതോറിറ്റിക്ക് ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നറിയില്ല. അല്ലാതെ വാട്ടർ അതോറിറ്റിക്ക് ഒരു പരാതി ഉണ്ട്. അതായത് റണ്ണിങ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. വാട്ടർ അതോറിറ്റിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിനൊക്കെ റണ്ണിങ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായി. ഇപ്പോൾ രാത്രി പെട്ടെന്ന് 2 മണിക്കോ 1 മണിക്കോ ഒക്കെ പൊട്ടി, അപ്പോൾ തന്നെ കോൺട്രാക്റ്റ് കൊടുക്കാം. അതിനകത്ത് പിന്നെ കൊട്ടേഷൻ എടുത്ത് അങ്ങനെയൊന്നുമില്ല. സാധാരണ അത് കൊടുക്കാൻ പറ്റത്തില്ല. സാധാരണ വർക്കാണെങ്കിൽ കൊട്ടേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട്. ആ പ്രോസസ്സിലൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, റണ്ണിങ് കോൺട്രാക്ടർമാരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ലെവൽ, AEയുടെ ഒരു ലെവല്, AXCക്ക്, EEക്ക്, ഡെപ്യൂട്ടി CE, ഇങ്ങനെ ഒരു ലെവൽ വെച്ചിട്ടുണ്ട്. ഓരോ ലെവലിലുള്ളവർക്കും ഒരു നിശ്ചിത തുകയും വെച്ചിട്ടുണ്ട്. ആ തുകയ്ക്കകത്തുള്ള വർക്ക് അവർക്ക് കൊടുക്കുക. വർക്ക് അവാർഡ് ചെയ്യാന്ന് പറയാം. അവർക്ക് കൊടുക്കുക, പെട്ടെന്ന് വർക്ക് അടക്കം. അത് എമർജൻസിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ എമർജൻസി അത് ഫയർഫോഴ്സിലുണ്ട്, പലയിടത്തും ഉണ്ടത്. കാരണം ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ അധികാരം കൊടുത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു പൈപ്പ് ലൈൻ പൊട്ടുന്നു, ഉടൻ തന്നെ അതിൻ്റെ ആ അധികാര പരിധിയിലുള്ള എത്ര രൂപയുടെ എസ്റ്റിമേറ്റ് അവിടെ വന്ന് എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര രൂപയെന്ന് കണക്കാക്കി അത് ആ അധികാര പരിധിയിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവരുടെ ഹയർ ഉദ്യോഗസ്ഥർ അതിന് വർക്കാൻ കൊടുക്കും. പെട്ടെന്ന് തന്നെ വർക്ക് തീർത്തുന്നു അവരിത്. പക്ഷേ ഇതിലൊരു അപകടമുണ്ട്. ഈ റണ്ണിങ് കോൺട്രാക്ടർമാരായിട്ട് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥരും കൂടി ചേർന്നുകൊണ്ടുള്ള ചില നമ്പറുകൾ കളിച്ചാൽ വാൽവ് പ്രഷറിൻ്റെ വ്യത്യാസത്തിലും പല രൂപത്തിലുള്ള പിന്നെ വർക്കിൻ്റെ പരിപാടികളൊക്കെ വച്ചിട്ട് വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം എന്നൊരു വാദമുണ്ട്. പക്ഷേ അതിന് 2 അഭിപ്രായമുണ്ട്. എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റി ഇത് അനുകൂലിക്കുന്നില്ല. പക്ഷേ പൊതുവായി വരുന്നൊരു വർത്തമാനം, ഒരു സംഘടിതമായി വിചാരിച്ചാൽ കുടിവെള്ള വിതരണത്തിൽ ബുദ്ധിമുട്ട് താൽക്കാലികമായി വേണമെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കാം എന്നൊരു വാദവുമുണ്ട്. എന്തായാലും സാധാരണ രീതിയിൽ ഒരുപക്ഷെ BJP അല്ല തിരുവനന്തപുരത്ത് ഭരിച്ചിരുന്നെങ്കിൽ, LDF തന്നെയാണ് ഭരിച്ചിരുന്നെങ്കിൽ, അടിയന്തരമായി മന്ത്രിയും മന്ത്രിസഭയും ഒക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ടേനെ. ഇതിപ്പോൾ ശിവൻകുട്ടി ബന്ധപ്പെടുന്നില്ല, റോഷി അഗസ്റ്റിൻ മന്ത്രി ബന്ധപ്പെടുന്നില്ല, മുഖ്യമന്ത്രി ബന്ധപ്പെടുന്നില്ല. മുഖ്യമന്ത്രി ഇതിനിടയിൽ വോട്ടിംഗ് ചരിത്രത്തിലാദ്യമായി, പണ്ടെപ്പോഴോ ഉമ്മൻചാണ്ടി മറ്റോ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയുടെ തയ്യാറെടുപ്പിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ച് എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒന്നാമത് അതികഠിനമായ ചൂടാണ്. മാർച്ച് മാസത്തിലെ ചൂടെന്ന് പറഞ്ഞാൽ മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറം ചൂടാണ് പുറത്തിറങ്ങിയാൽ. ആ സമയത്ത് വെള്ളം കൂടി ഇല്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്ത് വരും. എന്തായാലും ധാരാളം വെള്ളം ആവശ്യമുള്ളതാണ്. 3-ാം തീയതി പൊങ്കാലയെ തകർക്കാനൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ ഒരു അസ്വസ്ഥത തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അത് BJP വേഴ്സസ് CPM ആണ്, അല്ലെങ്കിൽ LDF വേഴ്സസ് NDA ആണെങ്കിൽ അത് തീർക്കണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം തിരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ ലാഭം ആരെടുക്കും, ആർക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും അടിയന്തരമായി കോർപ്പറേഷനും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റിയും, ടാങ്കർ ലോറിയില്ലെങ്കിൽ ടാങ്കർ ലോറി, അല്ല പണി പെട്ടെന്ന് തീർത്തുകൊണ്ടാണെങ്കിൽ തീർത്തുകൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം അടിയന്തരമായി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഇത് 28 ആയിട്ടുള്ളൂ. ഇനി 1, 2, 3 2 ദിവസമുണ്ട് പ്രവർത്തിക്കാൻ. നിർബന്ധമായി 2 ദിവസം കൊണ്ട് എല്ലാവർക്കും 3-ാം തീയതി കൃത്യമായി വെള്ളം എത്തിക്കണം. അതിനു മുമ്പേ കുടിവെള്ളം ടാങ്കർ ലോറിയിലെങ്കിലും എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും എത്തിക്കാനുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതാണ്.